പ്രിയപ്പെട്ടവരെ, ചിലർ നമുക്ക് നേരെ വളരെ ശക്തിയോടുകൂടെ എതിരായിട്ട് പ്രാർത്ഥിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ അവർക്ക് ഇഷ്ടമില്ലാത്തതോ അവരെ വിഷമിപ്പിക്കുന്നതോ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ അതിനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടി മറ്റ് ഇതര പൈശാചിക ഉപാധികളൊന്നും അവർക്ക് തേടാൻ പറ്റാത്തത് കൊണ്ട് ആ കാര്യത്തിലും ദൈവത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ മനസ്സിൽ അനിഷ്ടം തോന്നിയ ആളുടെ നാശം കാണാൻ അവർക്കൊരു പണി കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മനുഷ്യർ ഇന്ന് ലോകത്തുണ്ട്. ഇങ്ങനെയുള്ളതായ ഈ രീതിയെ പൊതുവെ വിശേഷിപ്പിക്കുന്ന പേരാണ് എതിർ പ്രാർത്ഥന. ഇങ്ങനെയുള്ളതായ പ്രാർത്ഥനകൾ ഫലിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലം കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് സാഹചര്യത്തിൻ്റെ ആ ഒരു അവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു കിടപ്പ്. ഈ പ്രാർത്ഥനയുടെ മറുവശത്ത് ഇതിനിരയാകുന്ന ആൾ, ആ വ്യക്തിയുടെ ജീവിതം ദൈവവുമായിട്ട് വിശ്വാസപരമായിട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ ഫലങ്ങൾ നമുക്ക് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കണ്ടറിയാൻ. ഇന്ന് ഈ ഒരു ദൈവാലോചനയിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ കുറച്ച് മുൻപ് എനിക്ക് വളരെ സ്നേഹമുള്ള എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ എന്നെ വിളിച്ചു. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയൊരു മാനസിക ടെൻഷനിലൂടെ കടന്നു പോവുകയാണ്. ഒട്ടും പുള്ളിക്ക് അങ്ങോട്ടൊരു നല്ലൊരു അന്തരീക്ഷം കിട്ടുന്നില്ല. അപ്പോൾ കടുത്ത മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല, ഒന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ഞാൻ ആ പ്രിയപ്പെട്ടവനോട് വേണ്ടി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഇന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു വിഷയം സംസാരിക്കണമെന്നുള്ളതായ ഒരു ആന്തരിക പ്രേരണ എനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് ഈ കാര്യം പറയുവാനായി വന്നിരിക്കുന്നത്. സ്നേഹനിധികളെ, ധൈര്യപ്പെടൂ, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവിടുന്ന് നമുക്കൊരു ദോഷവും വരാൻ സമ്മതിക്കുകയില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ ഓക്കെയായി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലുള്ളൊരു തോന്നൽ വരുന്നു. എന്നാൽ അതിൻ്റെ കാരണം എത്ര ചകഞ്ഞാലും കിട്ടത്തില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്, നമ്മളുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതിൻ്റെ മറുവശത്ത് ഏതോ ഒരു വ്യക്തി നമുക്കെതിരെ ആത്മലോകത്ത് ശക്തമായിരിക്കുന്ന പ്രതിരോധ പരിപാടികളുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. എതിർ പ്രാർത്ഥനകൾ കനക്കുന്ന നേരത്ത് ദൈവത്തിൻ്റെ മക്കൾക്ക് ആന്തരികമായി ഉണ്ടാകുന്ന സമ്മർദ്ദം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെ ഒരു തെളിവായിട്ട് പല സാഹചര്യങ്ങളിലും പലരുടെ ജീവിതത്തിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പൊടുന്നനവെ ഇങ്ങനെയുള്ളതായ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മറുവശത്ത് ഇങ്ങനെയുള്ളതായ നിങ്ങളുടെ ഒരു ദോഷത്തിന് വേണ്ടിയുള്ളതായ ചില പ്രാർത്ഥനകൾ ഉയരുന്നതാകാം. ഇതൊക്കെ ആത്മമണ്ഡലത്തിലോട്ടാണല്ലോ കയറുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ആത്മമനുഷ്യൻ അതിനെ നിങ്ങൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കി തരാൻ വേണ്ടി അദ്ദേഹം എടുക്കുന്ന ഒരു ഉപാധികളിൽ ഒന്നാണ് ഈ പറയപ്പെടുന്ന ഈ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയൊരു സാഹചര്യത്തിന് നടുവിൽ എനിക്കത് ദോഷമായി തീരുമോ, അയ്യോ അതെന്നെ ബാധിക്കുമോ എന്നൊന്നും ഓർത്ത് ആരും പേടിക്കേണ്ട. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്തിൽ ശരണപ്പെടുക. ബിലയാമിൻ്റെ ശാപം ഇസ്രായേലിന് അനുഗ്രഹമാക്കിയൊരു ദൈവമാണ് നമ്മുടെ കർത്താവ്. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. അവൻ്റെ സങ്കേതമായിരിക്കുന്ന തിരുനാമത്തിൻ്റെ തണലിൽ വിശ്വസ്തമായിരിക്കുന്ന അവിടുത്തെ മഹാശക്തിക്ക് കീഴിൽ നാം ശരണം പ്രാപിക്കുമ്പോൾ ആ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരിക്കും. ഭയപ്പെടാതിരിക്കുക. രണ്ടാമതൊരു സാഹചര്യം, ഈ എതിർ പ്രാർത്ഥനകൾ പലപ്പോഴും ഉയരുമ്പോൾ അത് ആത്മീകർ ചെയ്താൽ അതിനവർ ആശ്രയിക്കുന്നത് കർത്താവിനെ ആണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രാർത്ഥന അവർ സ്പിരിച്വലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, കറുത്ത രീതിയിൽ ഒരു ഡാർക്ക് സൈഡിൽ നിന്ന് നമുക്ക് നേരെയുള്ളതായ നാശക്രിയകൾ ഉയരുമ്പോൾ, നമുക്ക് നേരെ ഏതെങ്കിലും കടുത്ത മാന്ത്രിക ദോഷകർമ്മങ്ങൾ ഒരാൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ, ഈ ദുർമാന്ത്രിക കർമ്മങ്ങൾ ഉടലെടുക്കുന്ന നേരത്ത് അതിനിരയാകുന്ന വ്യക്തികൾക്ക് തങ്ങളുടെ മനസ്സിൽ കടുത്ത സമ്മർദ്ദവും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതായ ഒരു ക്ഷീണവുമൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായി വരാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. ഇത് കണ്ട് പേടിക്കാനല്ല, ഇത് കണ്ട് കർത്താവിൽ ആശ്രയിക്കാനാണ് പറയുന്നത്. കൂരിരുളിൻ്റെ താഴ്വര, മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ശക്തിയുള്ളൊരു ആത്മീക രഹസ്യം പറഞ്ഞു തരാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടതായ വാക്ക് ഇമ്മാനുവേൽ എന്ന പദമാണ്. ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നുള്ളതാണ്.
അല്ലെങ്കിൽ യഹോവ ഷമ്മ എന്ന വാക്ക് ഉപയോഗിക്കുക. യഹോവ ഷമ്മ എന്നോ ഇമ്മാനുവേൽ എന്നോ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രായോഗിക അർത്ഥങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. ദൈവം നമ്മോടുകൂടെ ഇരിക്കുന്ന ദൈവം. ഈ രണ്ട് അർത്ഥങ്ങളാണ് ആ വാക്കുകൾക്കുള്ളത്. യഹോവ ഷമ്മ, നമുക്കങ്ങനെ ഒരു ആന്തരിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ യഹോവ ഷമ്മ, യഹോവ ഷമ്മ, ഇമ്മാനുവേൽ, 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 യേശുവിൻ്റെ കൂടെയായിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ ആ സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൽ നിന്നും അഴിയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ ഇന്ന് രാവിലെ എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്രകാരമുള്ളതായൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഇൻസ്റ്റൻ്റായിട്ട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അല്ല, നിങ്ങളിങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിന് സമാനമായൊരു പ്രശ്നം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് അവരുമായി പങ്കുവെച്ചുകൊള്ളുക. ഒരു വലിയ വിടുതലാണത്. മൂന്നാമതായി, ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനൊരു പോസിറ്റീവ് സൈഡ് കൂടിയുണ്ട്. അത് ദൈവമക്കൾ മനസ്സിലാക്കണം. അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് പലപ്പോഴും ദൈവം ഒരു രക്ഷയ്ക്കായിട്ട് ഇങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥ തരാറുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ്. നാളെ നിങ്ങൾക്കൊരു വിസിറ്റിംഗ് ഉണ്ട്, ഒരു ഡീലുണ്ട്, നിങ്ങൾക്കൊരു കരാറിൽ ഒപ്പിടാനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്ന് വെച്ചു. നിങ്ങൾ ഏതൊരു വലിയ കാര്യത്തിന് അഡ്വാൻസ് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിൽ കടുത്ത മാനസിക സമ്മർദ്ദം ഉയർന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് അതിന് തയ്യാറാകാൻ നിങ്ങളെ അനുവദിക്കാതെ അത് നിങ്ങൾക്ക് ശുഭമാകില്ല എന്നത് നിങ്ങൾക്ക് നൽകിത്തരുന്ന, നമ്മളോട് പറയാതെ പറയുന്ന ഏറ്റവും വലിയ ഒരു സൂചനയാണ്. അപ്പോൾ ഉള്ളിലുണ്ടാകുന്നത് ആത്മാവിൻ്റെ ഒരു ഞരക്കമാണ്. ആ ഒരു ഞരക്കം പലപ്പോഴും നമ്മൾക്ക് ദോഷകരമായ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവ് നൽകുന്ന ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതായൊരു മാനസിക സമ്മർദ്ദം ഉള്ളിലുണ്ടാകുന്ന സമയങ്ങളിൽ യാതൊരു കാരണവശാലും ശുഭകാര്യങ്ങൾക്കായിട്ട് ഇറങ്ങി പുറപ്പെടരുത്. അതെത്ര നല്ലതാണെന്ന് പ്രാരംഭത്തിൽ തോന്നിയാലും പിന്നീട് അതോർത്ത് ദുഃഖിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും മനഃപൂർവ്വം ദൈവമക്കൾ ഒഴിഞ്ഞിരിക്കണമെന്ന് കർത്താവിൽ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ 116 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ മനസ്സിനോട് പറയണം, സ്വസ്ഥമാകൂ. ഹൃദയമേ, സമാധാനം പ്രാപിക്കൂ, യഹോവ നിനക്ക് ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് കർത്താവ് ചെയ്ത ഉപകാരം? അടുത്ത വചനം പറയുന്നു: നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നമ്മളെ കരയിപ്പിക്കാൻ, നമ്മുടെ പ്രാണന് മേൽ മരണം കൊണ്ടുവരാൻ, നമ്മുടെ കാലിന്, നമ്മുടെ പൊസിഷന്, നമ്മുടെ യാത്രകൾക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരങ്ങൾക്ക് ഒരു പതനം, വീഴ്ചയുണ്ടാക്കാൻ ഇങ്ങനെ പല പദ്ധതികളുമായിട്ട് ഉരുണ്ടുകൂടി കയറി വരുന്ന പ്രശ്നങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ളത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ സ്വസ്ഥമായിരുന്നു കൊള്ളുക. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമാകാം, യഹോവ നിനക്ക് ഉപകാരമാണ് ചെയ്യുന്നത്. അവൻ നിൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നിൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, നിൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും രക്ഷിക്കും. തീർന്നില്ല. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നിങ്ങൾ നടക്കത്തക്കവണ്ണം കർത്താവ് നിങ്ങൾക്കൊരു വിടുതൽ തരും. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ബലമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ തന്നെ നിങ്ങൾ മനസ്സിൽ കരുതിക്കൊള്ളുക. കർത്താവ് നമ്മളോട് സംസാരിച്ചത് നമുക്കൊരു ഗുണമായി തീരാൻ പോവുകയാണ്. നമുക്ക് അല്പനേരം കർത്താവിൻ്റെ കരങ്ങളിൽ ഈ ദൂതുകളെ സമർപ്പിച്ച് ഇപ്പോഴത്തെ നമ്മുടെ മാനസിക അവസ്ഥകളെ, ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് നിങ്ങളിൽ നിന്നും എടുത്തു. എൻ്റെ പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഹൃദയങ്ങളെ വിഴുങ്ങുന്ന ഭാരങ്ങൾ മാറിപ്പോകട്ടെ. മാനസിക വ്യഥകൾ കൊണ്ട് ജീവിതം തന്നെ വല്ലാത്ത വിധം നുറുങ്ങുന്ന വിധത്തിലായി ഭാരവും വേദനയും അനുഭവിക്കുന്ന അങ്ങയുടെ പൊന്നോമന മക്കൾക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്താൽ ഇപ്പോൾ തന്നെ വിടുതലും മാറ്റവും സംഭവിക്കട്ടെ. ഞാൻ എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്നും കടുത്ത നിരാശകളെയും ഭാരങ്ങളെയും എടുത്തു മാറ്റുന്നു. ദൈവം ഒരു വലിയ വിടുതൽ ഇവർക്ക് കൊടുത്തിരിക്കുകയാൽ സ്തോത്രം. ഇന്നു പകൽ ഇവർക്ക് വിരോധമായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല വ്യക്തികളിൽ നിന്നും ഉയരുന്ന എതിർ പ്രാർത്ഥനകൾ, ദോഷക്രിയകൾ, ആമേൻ 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 കർത്താവെ, അത്യാഹിതങ്ങൾ, ദോഷങ്ങൾ സംഭവിക്കത്തക്ക വിധമുള്ളതായ പ്ലാനുകൾ, പദ്ധതികൾ, ഇതെല്ലാം അങ്ങയുടെ മക്കളുടെ ലൈഫ് വിട്ട് മാറിപ്പോകട്ടെ. ഒരു പുതിയ വിടുതലും ജയവും ഇവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും,
തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോഴെൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയരും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടാരത്തിൽ ജയഘോഷത്തിൻ്റെ യാഗങ്ങളെ അർപ്പിക്കും. നാഥാ, ഇന്ന് പകൽ നൽകിയ വിടുതലിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട് വിടുതൽ നൽകിയതിനായിട്ട് സ്തോത്രം. ഈ വിട്ടുമാറിപ്പോയ പ്രശ്നങ്ങൾ ഒരിക്കലും തിരിച്ചു വരാതെ അതിൻ്റെ വഴി എന്നേക്കുമായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അടച്ചു പ്രാർത്ഥിക്കുന്നു. കൃപ വ്യാപിക്കപ്പെട്ടതിനായിട്ട് സ്തോത്രം. സുരക്ഷിതത്വം വെളിപ്പെട്ടതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോട്ടയത്ത് നമ്മളുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ വെച്ച് അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും ക്രമീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കർത്താവ് ഒരുക്കുന്ന സുവർണാവസരമാണ്. ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും വരിക. ഒരുമിച്ച് നമുക്ക് കർത്താവിൽ ആഹ്ലാദിക്കാം. യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവാം യേശു മിശിഹായുടെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.